നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 16-ാം തീയതി 1201 ആണ്ട് തുലാമാസം 30-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. ഊൺ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. അതായത് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് അത്തം നക്ഷത്രം. അപ്പോൾ ഇന്ന് ശുഭനക്ഷത്രം, ഇന്ന് സൂര്യഭഗവാന്റെ ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസമാണ്. സന്തോഷപ്രദമായ ഒരു ദിവസം കിട്ടിയാൽ മാത്രമേ അവധി ദിവസത്തിന് പ്രാധാന്യമുള്ളൂ. കാരണം കുടുംബസമേതം ഏറ്റവും കൂടുതൽ ഒരാഴ്ചയിൽ ചിലവഴിക്കുന്നത് ഞായറാഴ്ചയാണ്. ഈ ദിവസം കൊള്ളൂല്ലെങ്കിൽ എന്തു ചെയ്യും? വീട്ടിൽ ശരിക്കും അവാർഡ് പടം പോലെയൊക്കെ പോവേണ്ടി വരും. അപ്പോൾ വീട്ടിൽ ആ ദിവസത്തെ തന്നെ തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടും. മറ്റത് ആ ദിവസം തികയാതെ വരും. അപ്പോൾ നമുക്ക് ആ ദിവസം തികയാതെ വരണം. ആ രീതിയിൽ ആ ദിവസത്തെ കൊണ്ടുപോകണം. അതായത് എല്ലാവരുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യമൊക്കെ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ്. കാരണം അതൊക്കെ നിങ്ങൾ വിചാരിച്ച നടക്കും. എന്തൊക്കെ ചെറിയ വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിലും ഒരു ചുറ്റും ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി കണ്ണിൽ നോക്കി സംസാരിച്ചാൽ ആ ഇരുട്ടങ്ങ് മാറും. അപ്പോൾ അത്രയ്ക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് നമുക്കിന്ന് തന്നിരിക്കുന്നത്, നല്ലൊരു ദിവസം. അപ്പോൾ ഈ ദിവസത്തെ കളയാതിരിക്കുക. അതുപോലെ ഇന്ന് തുലാമാസത്തിൽ അത്തം നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷം നമുക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. കുറേ നേട്ടഫലങ്ങളെ കൊടുക്കും അത്തം നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. അതുപോലെ തന്നെ ജോലിയിലിരിക്കുന്നവർക്കാണെങ്കിൽ പ്രമോഷനോ ഇൻക്രിമെൻറ്റോ ഒക്കെ ലഭിക്കും. അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പ്രശസ്തി ഉണ്ടാകും. പ്രശസ്തി എന്ന് പറയുമ്പോൾ ഇരിക്കുന്നിടത്ത് ശോഭിക്കാൻ പറ്റും. അംഗീകാരങ്ങൾ വന്നു ചേരും. ഇപ്പോൾ ജോലിയിരിക്കുന്നവർക്ക് അംഗീകാരമാണ് പ്രമോഷനോ ഇൻക്രിമെൻറ്റോ ഒക്കെ. ഇതൊക്കെ ലഭിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം പ്രയത്നിക്കണം. നമുക്ക് ഇതെല്ലാം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു ഹൈവേ കിട്ടി. ആ ഹൈവേയിൽ ഞാൻ അവിടുന്ന് കട്ടർ റോഡിൽ 40-ലാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ഹൈവേയിൽ 40-ലേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹൈവേ ആണെന്ന് മനസ്സിലാക്കിയാൽ, ആ ഹൈവേ ആണെന്ന് കണ്ടാൽ നമ്മൾ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കണം. നമ്മൾ അതിൽ അനുവദനീയമായ സ്പീഡിൽ പോകണം. അതുപോലെ നമ്മൾ എന്തിന് ഈ ഓരോ കാര്യങ്ങൾ അറിയുന്നു എന്ന് ആചാര്യന്മാർ ശരിക്കും നമുക്ക് റൂട്ട് മാപ്പ് പോലെ ഈ ജ്യോതിഷം തയ്യാറാക്കി വച്ചിരിക്കുന്നത് തന്നെ നമ്മളുടെ ഓരോ സമയത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതയാത്രയിൽ ആ യാത്ര എവിടെയൊക്കെ ദുർഘടം, എവിടെയൊക്കെ നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം, സമയം കളയരുത്. കാരണം നമുക്കൊരു ദിവസം പോലും കളയാനില്ല. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര ചെയ്യും. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ഉള്ളൂ. സാധാരണ ഞായറാഴ്ച ദിവസമാണ് ബന്ധു വീടുകളിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഔട്ടിങ്ങിനാവട്ടെ, മറ്റെന്തെങ്കിലും ഫംഗ്ഷനാവട്ടെ ഒക്കെ പോകുന്നത് കൂടുതലായിട്ടും ഞായറാഴ്ച ദിവസങ്ങളിലാണ്. അന്നായിരിക്കും കൂടുതൽ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യണത് ആളുകൾ. അപ്പോൾ ഇതിന് പോകുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം ഇന്നും വന്നിരിക്കുന്നത് കലണ്ടറിൽ ഇട്ടിരിക്കുന്ന രാഹുകാലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചിലർ കലണ്ടറുമായിട്ട് ചിലപ്പോൾ വളരെ വ്യത്യാസം, അതിലെഴുതിയിരിക്കുന്ന സമയമായിട്ട് വളരെ വ്യത്യാസത്തിൽ പോയി. ഇപ്പം അങ്ങനെയല്ല, കറക്റ്റായിട്ട് പോവുകയാണ്. ശരിക്ക് 4:30 മുതൽ 6 മണി വരെ നീട്ടിരിക്കുന്നതിൽ 4:29 തൊട്ട് രാഹുകാലം ആരംഭിക്കും. 1 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. രാഹുകാലം തീരുന്നത് ശരിക്ക് 6 മണി എന്നുള്ളത് 5:55 രാഹുകാലം അവസാനിക്കും. അപ്പോൾ 5-6 മിനിറ്റ് കുറവാണ് ഇപ്പോഴത്തെ സമയത്ത്. 1.5 മണിക്കൂർ എന്നുള്ളത് 6 മിനിറ്റിൻ്റെ കുറവ് ഉണ്ട്. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും
യമകണ്ഠകാല സമയവും. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 3 മണി 2 മിനിറ്റ് തൊട്ട് 4 മണി 29 മിനിറ്റ് വരെ. അപ്പോൾ അവിടെയും ഏകദേശം 3 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അത് കലണ്ടറിലിട്ടിരിക്കുന്ന സമയമായിട്ട് ഏകദേശം ബന്ധപ്പെട്ട് തന്നെയാണ്. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 12:09 തൊട്ട് 1 മണി 36 മിനിറ്റ് വരെ. അവിടെയും 3 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതും കലണ്ടറുമായിട്ട് ഏകദേശം അടുപ്പിച്ചാണ് ഈ സമയങ്ങളെല്ലാം. അപ്പോൾ നമുക്കിതൊക്കെ കേട്ടില്ല, കലണ്ടറിൽ നോക്കി ഒരു കാര്യം ചെയ്താലും ഈ സമയങ്ങൾ നമുക്ക് അനുകൂലമാണ്. എന്നാലും എല്ലാ കാര്യങ്ങൾക്കും എടുക്കാവുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അവിടെ യമകണ്ഠം വന്നാലും ഗുളികം വന്നാലും അതുപോലെ രാഹു വന്നാലും ഒരു സംരക്ഷണ വലയം തീർത്ത് ആ സമയത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയമാണ് അഭിജിത്തിൻ്റെ സമയം. അതായത് മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്ന് വന്നിരിക്കുന്നത് 11 മണി. അഭിജിത്ത് മുഹൂർത്ത സമയം വന്നിരിക്കുന്നത് 11 മണി 45 മിനിറ്റ് തൊട്ട് 12 മണി 33 മിനിറ്റ് വരെയാണ്. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി 44 മിനിറ്റും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിൽക്കുന്നതും വീട്ടിൽ നിൽക്കുന്നതും അതുപോലെ പുറത്തു പോവുകയൊക്കെ ചെയ്യുമ്പോൾ പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ എനർജി പെട്ടെന്ന് സ്വീകരിക്കാനും കുറച്ചുകൂടി നമ്മൾ എനർജറ്റിക് ആവാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.